ഓസ്ട്രേലിയയിൽ ട്രിപ്പ് വരുന്നവർക്ക് $1 ഒരു ദിവസത്തേക്ക് വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന കഥയൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ ഫോർഡ് റേഞ്ചർ എടുത്തിട്ട് നോർത്തേൺ ടെറിട്ടറി മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം $1 ഒരു കിയയുടെ ഒരു കുഞ്ഞു കാർ എടുത്തിട്ട് സദേൺ ഓസ്ട്രേലിയ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം സിഡ്നിയിൽ നിന്നും മെൽബണിലേക്ക് ഞാനിപ്പോൾ $1 തന്നെ ഒരു വണ്ടി എടുത്ത് കറങ്ങുകയാണ്. ഇത്തവണ എനിക്ക് കിട്ടിയത് ഇസുസുവിൻ്റെ ഡിമാക്സ് ആണ്. നമുക്ക് ഏത് വണ്ടിയായിരിക്കും കിട്ടുക എന്നുള്ളത് എപ്പോഴും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് അവർ ഇന്ന വണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലോട്ടറി പോലെ വലുതോ ചെറുതായിട്ടുള്ള വണ്ടി കിട്ടും. കൂമ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇന്ന് രാവിലെ യാത്ര ആരംഭിക്കുന്നത്. കൂമയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ വാഗമണ്ണിലെ മൊട്ടക്കന്ന് പോലത്തെ സ്ഥലമായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പോയപ്പോൾ അതാ പൈൻ മരങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും, വീണ്ടും കുറച്ചങ്ങോട്ട് പോയപ്പോൾ അതാ കടലും കായലും ബാക്കിയുള്ള സംഭവങ്ങളും. ഓസ്ട്രേലിയ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഓസ്ട്രേലിയ ഒരു രക്ഷയുമില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഓസ്ട്രേലിയയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രം കൂമ. കൂമ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ ഒരു ടൗണിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതൊക്കെ ഇട്ടിരിക്കുന്നതാണ്. തണുപ്പാ ഗൈസ്. ഇന്നലെ രാത്രി മുടിഞ്ഞ തണുപ്പായിരുന്നു. ഞാനിത് രാവിലെ തണുപ്പായിരിക്കും എന്നൊക്കെ കരുതി ഇതിട്ടിട്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പകല് ഭയങ്കര ചൂടാണ്. രാത്രി എന്നാ തണുപ്പായിരുന്നറിയോ? രാത്രി തണുപ്പും പകല് ചൂടും. ഇനിയിപ്പോൾ ഇത് മാറ്റി വേറെ ഇനിയിപ്പോൾ മലയുടെ മേളിൽ കയറുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. പോയി നോക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മോട്ടൽ. രാവിലെ ചാവി കൊടുത്തിട്ട് വരാം. ഇതാണ് മോട്ടലിലെ കിച്ചൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് വല്ലതും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കണ്ടിട്ട് ഇത് ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, കണ്ടോ. പിന്നെ ഇവിടെ ഓവനും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാ പരിപാടിയും ഉണ്ടാവും. എല്ലാ മോട്ടൽസിലും ഇതുപോലെ കുക്ക് ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്ക് ചെയ്യാം, ഭക്ഷണം കൊണ്ടുവരുന്നവർക്ക് ചൂടാക്കി കഴിക്കാം. പിന്നെ അതിന് വേണ്ടി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കിഡിലും മോട്ടലായിരുന്നു. നല്ല കിഡിലും വ്യൂ ഒക്കെ ആയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അമേസിങ്. നമ്മുടെ ആ ഒരു കൂമ ടൗൺ കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. എന്താ പറയുക, ഈ മുട്ടക്കുന്നിന് താഴ്വാരത്തുള്ള ചെറിയൊരു സ്ഥലമാണ് കൂമ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. കീ ഇവിടെ ഇടാം അല്ലേ? കീസ് അതിട്ടാൽ മതി. അതില്ല അതിട്ടാൽ മതിയാവും. അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് മെൽബൺ പോകാനാണ്. മെൽബൺ ഇവിടെ നിന്ന് 600 കിലോമീറ്റർ ഉണ്ട് മെൽബണിലേക്ക്. 2 വഴിയാണ് കാണിക്കുന്നത്. 2 വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്യൂം ഹൈവേ, നമ്മുടെ ആ ഒരു സിഡ്നി മെൽബൺ ഹൈവേ, അതിലെനിക്ക് പോകണ്ട. അത് എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? അത് 665 കിലോമീറ്റർ. പക്ഷേ നമ്മൾ പോകുന്നത് മല കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഇവിടുന്ന് ബൊംബാല, മർലോ, ലേക്ക് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇറങ്ങി വണ്ടി കയറിയപ്പോൾ തന്നെ സാധനം ഇട്ടിട്ട് ചൂടെടുത്ത് പണ്ടാറ് തുടങ്ങി. എന്നാൽ പിന്നെ തുണി മാറിയേക്കാന്ന് വിചാരിച്ച്. ഇത് ഇവിടുത്തെ കാലാവസ്ഥ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ വിൻ്റർ തുടങ്ങാൻ പോവാം. ഇപ്പോൾ വിൻ്റർ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് വരും. തണുപ്പും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ കൂമ ടൗൺ വിട്ട് ഞാനിപ്പോൾ ബൊംബാല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കൂമ ടൗൺ ചെറിയൊരു ടൗണായിരുന്നു. ടൗൺ കഴിഞ്ഞു. അടുത്ത ടൗൺ നമ്മൾ കാണാൻ പോകുന്നത് ബൊംബാല എന്ന് പറയുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും മൊട്ടക്കുന്നുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം പച്ചപ്പാണ്. ഇപ്പോൾ കാര്യമായിട്ടുള്ള പച്ചപ്പില്ല, ഒരു ബ്രൗണിഷ് പച്ചപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഈ ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വിജനം എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ നോർത്തേൺ ടെറിട്ടറിയിൽ കണ്ട പോലത്തെ അത്ര വിജനതയില്ല കേട്ടോ. കാരണം ഈ സൗത്ത് വെയിൽസിലും അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയയുടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഈ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് ജീവിക്കാൻ കുറച്ചുകൂടെ സുഖം എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം മറ്റടുത്ത് എക്സ്ട്രീം ചൂടാണ്, ഇവിടെ എക്സ്ട്രീം തണുപ്പ് വരില്ല. ഒരു 0 വരെയൊക്കെ വരുന്ന ഒരു കാലാവസ്ഥ. ഇവിടെ ചിലപ്പം മലയുടെ മേളിലൊക്കെ സ്നോയൊക്കെ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ജനസംഖ്യ വളരെ കുറവുള്ളത് കൊണ്ട് തന്നെ വലിയ രാജ്യമായതുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഇതുപോലെ പരന്ന് കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഗ്രാസ് ലാൻഡ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു 50 കിലോമീറ്റർ കഴിയാതെ വേറെ ഒരു വീടോ സംഭവങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. നോർത്തേൺ ടെറിട്ടറിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടംപോലെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ ആരെയും കണ്ടതേ ഇല്ല. അതിൻ്റെ റീസൺ ഇവർ പറയുന്നത്, എനിക്ക് തോന്നുന്നു അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് നിൽക്കാനാണ് താല്പര്യം എന്നാണ് കേട്ടിട്ടുള്ളത്. അവർക്ക് തണുപ്പുള്ള സ്ഥലങ്ങൾ അവർക്ക് പറ്റില്ല എന്നാണ്.
അടുത്ത ടൗൺ വരെയുള്ള 40 കിലോമീറ്റർ വരുന്ന ദൂരത്തെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഈ വിജനത എന്നൊക്കെ പറയുന്ന ഇതാണ് വിജനത. അയ്യാ, അപ്പോൾ അവിടെ നോർത്തേൺ ടെറിട്ടറിയിൽ 200-300 കിലോമീറ്റർ ഒരു ടൗൺ ടു ഒരു ടൗൺ ഓടിച്ചതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അവിടെ ഒരു മലയുടെ മേളിൽ കയറിയിട്ട് ശരിക്കും ഒരു 3 വഴികൾ കൂടുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ഡൈവേഴ്ഷൻ എടുത്ത് ബൊമ്പാല എന്ന് പറഞ്ഞ റൂട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ബൊമ്പാലയ്ക്ക് വീണ്ടും 50 കിലോമീറ്റർ മറ്റോ ഉണ്ട്. ഇഷ്ടംപോലെ ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർത്തേൺ ടെറിട്ടറി കണ്ട പോലെ തന്നെ റോഡ് ട്രെയിൻ ഒന്നുമില്ല, പക്ഷേ ലോങ് ട്രക്കുകളൊക്കെ കുറേ പോകുന്നുണ്ട്. എല്ലാ വണ്ടികളും 100 കത്തിച്ച് വിട്ടേ പോവുള്ളൂ. ശരിക്കും എനിക്കിത് ഈ മൊട്ടക്കുന്നുകൾ കാണുമ്പോഴത്തേക്കിനും വാഗമണ്ണൊക്കെ ഓർമ്മ വരികയാണ്. വാഗമണ്ണിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വാഗമൺ കുറച്ച് സ്ഥലത്തെങ്കിലും നമുക്ക് മൊട്ടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ആനിമൽസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊട്ടക്കുന്നുകളിലൊക്കെ പശുവും എരുമയും കാളയും പോത്തും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഓസ്ട്രേലിയൻ ബീഫ് ഭയങ്കര പോപ്പുലറാണ്. ഓസ്ട്രേലിയയുടെ ബീഫ് കാരണം ഇങ്ങനെ ഈ പുല്ലിങ്ങനെ മേഞ്ഞ് കിടക്കുന്ന ഇഷ്ടംപോലെ പുല്ലല്ലേ, നല്ല ഫ്രഷ് പുല്ലല്ലേ, ഫ്രഷ് പുല്ല് കഴിച്ച് നടക്കുന്ന ഇവിടുത്തെ ആ ഒരു ബീഫിനും പിന്നെ ഇവിടുത്തെ ലാമ്പിനും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഓസ്ട്രേലിയൻ ബീഫ് ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കാണുന്ന സ്ഥലം കാശ്മീരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പോകും. കാരണം നോക്കുമ്പോൾ എന്താ പൈൻ മരങ്ങൾ കാണാം, പൈൻ മരങ്ങളും മൊട്ടക്കുന്നും. പൈൻ മരങ്ങളും മൊട്ടക്കുന്നും എന്ന് പറയുമ്പോഴത്തേന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ സ്നോ വീഴുന്ന മൗണ്ടൻസ് ആണ് എന്നുള്ളത്. ശരിക്കും കാശ്മീർ താഴ്വരയിലൂടെ അല്ലെങ്കിൽ നമ്മൾ കാശ്മീരിന്റെ പല സ്നോ വീഴുന്ന ഇപ്പൊ പഹൽഗാം എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറെ സ്ഥലങ്ങളില്ലേ, സോനാമാർഗ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളില്ലേ, അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടത്തെ കാഴ്ചകൾ കാണുന്ന പോലെ തോന്നുന്നു എനിക്കിപ്പം. ശരിക്കും ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് എവിടെ പോയാലും ഏതൊക്കെ തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയ ഈസ് റിയലി ഗ്രേറ്റ് മാൻ. അങ്ങനെ എത്തി. വെൽക്കം ടു ബൊമ്പാല, ഓസ്ട്രേലിയാസ് പ്ലാറ്റിപ്പസ് കൺട്രി. ഇവിടെ ഒരു ബൊമ്പാല റിവർ ഉണ്ട്, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബൊമ്പാല എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ബൊമ്പാല. ഞങ്ങളുടെ നാട്ടിൽ വെൺപാലയുണ്ട്, വെൺപാല. ബൊമ്പാല ഈസ് ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളിയല്ലേ? നല്ലിപ്പോൾ പച്ചപ്പ് കൂടി വരുന്നുണ്ട്. ഇതാണ് ബൊമ്പാല സിറ്റി, അല്ലെങ്കിൽ ബൊമ്പാല സിറ്റി സെന്റർ എന്ന് പറയാവുന്ന ബൊമ്പാല ജംഗ്ഷൻ. ഇത്ര ഉള്ളു കേട്ടോ, ഒരു ചെറിയ സ്ഥലം ഇത് ബൊമ്പാല. പഴയ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കണ്ടു. ഇവിടെ പണ്ട് ട്രെയിനൊക്കെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നു. ഇപ്പം അതൊന്നും ഇല്ല, ഇപ്പം എല്ലാം അബാൻഡൻഡ് ആണ്. ഇപ്പം ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മലയുടെ മേളിലേക്കൊക്കെ ഒരു ട്രെയിൻ പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇത്രയും വിജനമായിട്ടുള്ള ടൗണിലൂടെ ഞാനെന്താ ഇത്രയും പതുക്കെ പോകുന്നതെന്നല്ലേ. ഇവിടെ 50 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ്. 50 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും, ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ പോലീസുകാർ നിൽപ്പുണ്ടാവും. ഈ സ്പീഡ് ലിമിറ്റും ഫൈനും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഫൈനിൻ്റെ എമൗണ്ട് കൂട്ടാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ആരും കേൾക്കാത്തത്. 500,000 എന്നൊക്കെ പറയുമ്പോഴാണ്. അതല്ല 10,000 20,000 ഒക്കെ ആക്കണം. എന്നിട്ട് പോയിന്റ് സിസ്റ്റം കൂടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മളെല്ലാം നല്ല കുട്ടികളാണ്. ഇത് കണ്ടോ 80 എഴുതിയിരിക്കുന്നത് കണ്ടോ? ആ ബോർഡ് കഴിയാതെ സ്പീഡ് കൂട്ടി 80 ആക്കരുത്. ആ ബോർഡ് എത്തുമ്പോഴേ സ്പീഡ് കൂട്ടാവും 80 ആക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ സ്ഥലം. സെറ്റപ്പ് ഒക്കെ അങ്ങനെയാണ്. ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, നോ പെട്രോൾ പമ്പ് ഇൻ ദ നെക്സ്റ്റ് 89 കിലോമീറ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉണ്ടല്ലേ, അടിപൊളി. ഇപ്പൊ അടുത്ത 90 കിലോമീറ്റർ വിജനമാണ് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളിപ്പോ പൈൻ മരങ്ങൾക്ക് നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ പണ്ട് ഞാൻ റഷ്യയില് സൈബീരിയയിൽ വണ്ടി ഓടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാനിപ്പോൾ ഏതൊക്കെയോ മലയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തെല്ലാം എനിക്ക് മലകളാണ് കാണാൻ സാധിക്കുന്നത്. ആ വിജനമായ വഴിയിൽ റോഡ് പണിയാണേ. റോഡ് പണിയിൽ ഇവിടെ സിഗ്നൽ വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ടെമ്പററി പരിപാടികളാണ്. ഇപ്പോൾ ഇത് ടെമ്പററി ആണ്. സ്പീഡ് ലിമിറ്റ് കുറയ്ക്കും, പിന്നെ സിഗ്നൽ വെക്കും. എന്നിട്ടിപ്പോൾ വൺ വേ അല്ലേ, അപ്പോൾ എതിരേന്ന് വണ്ടി വരണം. വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പച്ച വീണ് നമുക്ക് പോകാം. ഇത്രയും പരിപാടികൾ ഇവർ ചെയ്യും. എന്നിട്ട് പിന്നെ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് റോഡിൽ ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് റോഡ് പണി എന്ന് പറയുമ്പോഴത്തേക്കിനും അതിലേ കൂടെ ആരൊക്കെ റോഡിൽ കൂടെ പോകുന്നു അവരുടെ എല്ലാം സുരക്ഷ, അതിലുപരിയായിട്ട് റോഡ് പണി ചെയ്യുന്ന ആളുകളുടെ സുരക്ഷ അതും നോക്കണേ. രണ്ടും നോക്കണ്ടേ? ഓരോ മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടതാണല്ലോ. അത് കഴിയുമ്പോൾ എഴുതി വെക്കും, കണ്ടോ എൻ്റെ റോഡ് വർക്ക് ഇനി അങ്ങോട്ട് 100-ൽ പോവാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചിട്ടുള്ളൊരു രാജ്യം ഇപ്പോൾ ഓസ്ട്രേലിയ ആയി മാറിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നൊരു 10,000-4,000 കിലോമീറ്ററെങ്കിലും ഞാൻ ഈ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വണ്ടി ഓടിച്ചു കാണും. ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് പട്ടിക്കാടാണെങ്കിലും റോഡൊക്കെ അടിപൊളിയാണ്. എല്ലാ റോഡും കിടുവാണ്. അങ്ങനെ നമ്മൾ വിക്ടോറിയ എന്ന് പറഞ്ഞ ഇവരുടെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ കുറേ സ്റ്റേറ്റ്സ് ആയി നമ്മളിപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്. നമ്മൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ബോർഡ്. പിന്നെ വേറെന്താ അപ്പുറത്തൊരു ബോർഡുണ്ട്, അത് മിക്കവാറും വെൽക്കം ടു സൗത്ത് വെയിൽസ് ആയിരിക്കും. യെസ്, അത് വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽസ്. അടിപൊളി. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ നോർത്തേൺ ടെറിട്ടറി പോയി.
പിന്നെ എന്താ പറയുക, സൗത്ത് ഓസ്ട്രേലിയ പോയി, പിന്നെ വിക്ടോറിയ പോയി, സൗത്ത് വെയിൽസ് പോയി. വിക്ടോറിയയിലാണ് മെൽബൺ, സൗത്ത് വെയിൽസിലാണ് സിഡ്നി. ഇവിടുന്ന് മെൽബണിലേക്ക് 494 കിലോമീറ്റർ ഉണ്ട്. ഇനി സംസ്ഥാനം മാറിയപ്പോൾ റോഡ് മാറി. നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ നോക്കിയേ, റോഡ് റഫായി. ഇവിടെ റോഡിൽ മാർക്കിംഗ് ഇല്ല. അടിപൊളി. അതൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് സംസ്ഥാനം വരെ എന്തോ ടാർ ചെയ്ത പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്ക് ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇത് ശരിക്കും ഈ പ്രകൃതി വീണ്ടും മാറി ഗൈസ്. ഇപ്പൊ ഫുൾ വലിയൊരു ഘോര വനം പോലെയൊക്കെ ആയി. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും വിന്റർ ആയിരുന്നെങ്കിൽ സ്നോയി മൗണ്ടൻസ് കിട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ ആ ടൈം ലാപ്സ്. ആ സ്റ്റേറ്റ് ബോർഡർ കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു അവിടെ നിന്നുള്ള ഡ്രൈവ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. കിട്ടില്ല ഡ്രൈവ്. ശരിക്കും ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്കിപ്പം. അതായത് ഓരോ ഏരിയയും ഓരോ രീതിയിൽ. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പം വാഗമണ് പോലെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിന് കുറച്ച് ഉണങ്ങിയ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും അതിനിബിഡമായ മലകൾ പോലെ, മലകളും പിന്നെ വലിയ വലിയ മരങ്ങളും. ഇനി നമ്മൾ താഴെ ഇറങ്ങി ചെന്ന് കടൽ തീരത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും മൊത്തം ലേക്കുകളും കടലും ആവും. ഈ ഓസ്ട്രേലിയ ഭയങ്കര സംഭവം കേട്ടോ. ഇങ്ങനെ കുന്നും മലയൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ മരങ്ങൾ കാണാം. യുക്കാലി മരങ്ങളോ പൈൻ മരങ്ങളോ എന്തൊക്കെയോ മരങ്ങളാണ്. വലതുവശത്ത് കുറച്ച് പ്ലെയിൻ ലാൻഡും കാണാം. ഇപ്പോൾ വേറെ ഒരു തരത്തിലുള്ള പ്രകൃതിയായി. ഞാനിപ്പോൾ ക്യാൻ റിവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരുന്നു. ക്യാൻ റിവർ. ഇവിടെ ഒരു പമ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡീസൽ അടിച്ചിട്ട് ടോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാം. കാരണം ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 മണിക്കൂറായി ഗൈസ്. 3 മണിക്കൂറിന് മേലെയായി. വില കൂടുതലാണ്. 189 എന്തോ സാർ. അത് കുറച്ചടി മതി. $64. ഒരു ബട്ടർ ചിക്കൻ പൈ വാങ്ങിച്ചു. ബട്ടർ ചിക്കൻ പൈ. ഇങ്ങനെ ഒരു സാധനം കിട്ടും ഇവിടെ പല സ്ഥലത്തും. പൈ എന്ന് പറയും ഇതിനെ. ഇത് ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. ഒരു ഹെവി സാധനമായിരിക്കും. ഇതിനകത്ത് പല ടൈപ്പ് ഫില്ലിംഗ് ഒക്കെ വെച്ച് കിട്ടും. ബട്ടർ ചിക്കൻ പൈ, തായ് സ്റ്റൈലിലെ പൈ, അങ്ങനെ എന്തൊക്കെ പയ്യാന്നറിയോ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ ക്യാൻ റിവറിന് എണ്ണ അടിച്ച് നമ്മൾ ഇനിയിപ്പം മെൽബൺ റൂട്ടിലോട്ട് കയറി. ഇത് ശരിക്കും സ്ട്രെയിറ്റ് മെൽബൺ പോകുന്ന റൂട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ സീ സൈഡിലേക്ക് പോവും. അവിടെ നിന്ന് പിന്നെ നമുക്ക് ലേക്കുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഇപ്പോൾ നദികളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇനി ഭൂപ്രകൃതി വീണ്ടും മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് ഞാൻ ഇത് കാണുന്നു. നിങ്ങൾ ഈ ഓസ്ട്രേലിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിഡ്നിയിൽ നിന്ന് മെൽബൺ വരെ നിങ്ങൾ എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു റൂട്ട് പിടിച്ച് നോക്കണേ. ഭയങ്കര ഭംഗിയുള്ള റൂട്ടായിരിക്കും. കോസ്റ്റൽ റൂട്ട്. നിങ്ങൾ പലരൊക്കെ പോയിട്ടുണ്ടാകും, പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയുള്ള റൂട്ടായിരിക്കും. പക്ഷേ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്. 80 ഒക്കെയാണ്. നമുക്ക് വലിയ പറപ്പിച്ചൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. വലിയ വണ്ടിത്തിരക്കുമില്ല. മറ്റേ ആ ഹൈവേയിൽ പോകുമ്പോഴത്തേക്കിനും ഭയങ്കര വണ്ടിത്തിരക്കല്ലേ. അത് വെറുതെ വിജനമായ വഴിയല്ലേ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിഡ്നിയിൽ നിന്ന് വിട്ടിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ വഴി കൂടെ വരിക. എന്നിട്ട് ലേക്ക് എൻട്രൻസിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ഹോൾട്ട് ചെയ്യാം. എന്നിട്ട് മെൽബണിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ നൈസ് സീനിക് ഡ്രൈവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ലോങ് ഡ്രൈവ് എൻ്റെ റോങ് ഡിസിഷൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ അസുഖത്തിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. എൻ്റെ ബോഡി ആക്ച്വലി നല്ല ടയർഡായി. ഇത്രയും ടയർഡ് ആവാറില്ല ഞാനിന്ന്. എന്താണെന്നറിയില്ല, എൻ്റെ സൗണ്ടും മാറി വരുന്നു. ഇന്നലെ ഉള്ളിടത്ത് തണുപ്പായിരുന്നു. ഇപ്പോൾ അതേ നമ്മൾ ചൂടത്തേക്ക് എത്തി. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും ഞാനിപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയതാണ്. ഈ വഴിയോര യാത്രക്കാരെല്ലാവരും ഇതേപോലെ നിർത്തുന്ന സ്ഥലം. അതിൽ നമ്മളെപ്പോലെ ചെറിയ കാറും കൊണ്ടും വലിയ കാറും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, വലിയ കാറിൽ വലിയ ക്യാരവൻ വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഇതാണ് ക്യാരവൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സിനിമാക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശരിക്കും റിക്രിയേഷണൽ വാൻ എന്നാണ് പറയുന്നത്. അതിന് നമുക്കൊരിക്കലും ക്യാരവൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ക്യാരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന, നമുക്ക് കിടന്നുറങ്ങാവുന്നതും ബാത്റൂം ഉള്ളതും പാചകം ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം. അതിനാണ് ക്യാരവൻ എന്ന് പറയുന്നത്. റിക്രിയേഷണൽ വാൻ എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻറ്റ്. അതാണ് നമ്മുടെ നാട്ടിൽ സിനിമാക്കാർ ഉപയോഗിക്കുന്ന അവർ പറയുന്ന ക്യാരവൻ. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ക്യാരവൻസും മറ്റുമൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ കാണാം. ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. എല്ലാ വലിയ വണ്ടികളും
ഏതൊക്കെ വണ്ടികളാണെന്ന് നോക്കിയേ, ടൊയോട്ടയുടെ വണ്ടിയും ഫോർഡിൻ്റെ വണ്ടിയും അങ്ങനെ വലിയ വലിയ വണ്ടികളെല്ലാം ക്യാരവൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ്. ആ കോഫി ഷോപ്പും ഒരു ക്യാരവൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാരവൻ എന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ അവരുടെയാണ് ഈ വണ്ടി അവർ വലിച്ചുകൊണ്ട് പോകും. ഇവരുടെ ഷോപ്പിൻ്റെ സമയം കഴിയുമ്പോൾ അത് വലിച്ചെടുത്തുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. സഞ്ചരിക്കുന്ന കോഫി ഷോപ്പ്. ഇത് കൊള്ളാം കേട്ടോ. ഒരു അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ഒരു ദിവസം. എങ്ങനെ പോയാലും ഒരു 500 ഒരു $1000 ഒരു ദിവസം ഒരു 6-7 മണിക്കൂറോടെ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ ഒരു കോഫി വാങ്ങിച്ചു $6, പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ആൾക്കാർ. അതിന് $10 $20 എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുണ്ട്. ഒരു $700 to $1000 ഇവർ ഈസി ആയിട്ട് ഉണ്ടാക്കും. ഒരു ഇവിടുത്തുകാരാണ്, ഓസീസാണ് രണ്ടുപേരും, ഒരു ഭാര്യയും ഭർത്താവെന്ന് തോന്നുന്നു. വണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു റിക്രിയേഷണൽ ഏരിയ കാണുമ്പോൾ എല്ലാവരും നിർത്തുമല്ലോ. ഇരിക്കുന്നവരൊക്കെ കണ്ടില്ലേ, അമ്മച്ചമാരൊക്കെ നല്ല പ്രായമുണ്ട് അവർക്ക്. അവരൊക്കെ അവരുടെ സ്വന്തം കസേരയാ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി വെച്ച് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു കോഫി വാങ്ങിച്ചു. എനിക്ക് ചൂടെന്തെങ്കിലും കുടിക്കാനായിട്ടൊരു തോന്നൽ. ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനിയുണ്ട് കുറേ, 335 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ലേക്ക് എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്തായിട്ട് നമുക്കൊരു ലേക്ക് കാണാം, അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കടലാണ്. അങ്ങനെ ലേക്ക് എൻട്രൻസിൻ്റെ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന ആ പേരുള്ള ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്, ലേക്ക് എൻട്രൻസ്. ഈ മുമ്പിൽ കാണുന്ന വണ്ടി കണ്ടോ, ഇത് ഒരു മോട്ടോർ ഹോമാണ്. ഇതിനകത്ത് അവർ AC ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു ട്രക്കിൻ്റെ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോട്ടോർ ഹോം. അതിൻ്റെ ഓണേഴ്സാണ് അവിടെ കിടക്കുന്നത്. അതായത് അവർ വണ്ടി ഓടിച്ച് വന്ന് ക്ഷീണിച്ച് അവർക്കൊരു പാർക്കിംഗ് കിട്ടിയപ്പോഴത്തേക്കിനും അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ അവസാനം എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ, കടൽ തീരത്ത് നമുക്ക് ലേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് ഇവിടം മുതൽ ഇനി അങ്ങോട്ട് നമുക്ക് ലേക്കുകളുടെ പൂരമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെൽബൺ വരെ, അടുത്ത 300 കിലോമീറ്റർ മെൽബൺ വരെ നമുക്ക് ഇഷ്ടം പോലെ ലേക്കുകൾ കാണാൻ പറ്റും. അതാണ് ആ ലേക്ക് എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസമുള്ള. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഈ ഓസ്ട്രേലിയയിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, സീനിക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കടൽ തീരത്ത് കുറെ പിള്ളേർ അവിടെ എന്തോ കളിച്ചോണ്ട് നിൽപ്പുണ്ടായിരുന്നു, എന്തോ കളിച്ചോണ്ടായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആ കടൽ തീരം ആണെങ്കിലും എന്ത് രസം, ആ കടലിന്റെ ആ സമീപത്തെ ആ ഒരു ഭംഗി, ആ വെള്ളത്തിന്റെ കളറ്, പിന്നെ എന്താ പറയുക ആ മണ്ണിന്റെ കളറ്, പിന്നെ അതിനിപ്പുറത്തെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ലേക്ക് പോലത്തെ ഏരിയ. ആ ലേക്കിലൂടെ ബോട്ടുകൾ പോകുന്നു, സമീപത്തൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകൾ അടുക്കിയിട്ടിരിക്കുന്നു. അതിനകത്ത് ഫിഷിംഗ് ബോട്ടുണ്ട്, ചെറിയ യാട്ടുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ആ ഒരു ലേക്കിനോട് ചേർന്ന് തന്നെ ഒരു ടൗണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് ട്രൂലി അമേസിങ്. നമ്മുടെ മുമ്പിൽ കിടന്ന ആ ഒരു മോട്ടോർ ഹോം, അത് കിടില സാധനം കേട്ടോ. വെസ്റ്റേൺ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ വണ്ടിയാണത്. അതിൻ്റെ മേളിൽ ഫുൾ സോളാർ പാനലൊക്കെ വെച്ചിട്ട് അവർ കറണ്ട് പോലും ഇല്ലെങ്കിലും അത് പ്രോപ്പറായിട്ട് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിടിലം വണ്ടിയാണത്. അടിപൊളിയാണ് സംഭവം എന്തായാലും. അപ്പോൾ ഞാൻ ലേക്ക് എൻട്രൻസ് എന്ന് പറയുന്ന ആ ഒരു ടൗണിലൂടെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ടൗണിൻ്റെ കാഴ്ചകൾ, എന്താ ടൗണിൻ്റെ തിരക്കുകളോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മറ്റൊരു ഓസ്ട്രേലിയൻ ചെറിയ ഗ്രാമം. ഈ വണ്ടി സ്ലോ സ്പീഡിൽ, അതായത് ഒരു 40-ലും 50-ലും ഒക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ ശരിയേ അല്ല. ഒന്നാമത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നമുക്ക് കറക്റ്റ് ഗിയർ മാറുന്ന അറിയാൻ പറ്റും. ക്രൂസ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 80 സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ഥലത്ത് ഞാൻ 80 ക്രൂസ് കൺട്രോൾ ഇട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ 83-ൽ പോവും, ചിലപ്പോൾ 75-ലേക്ക് താഴും. ക്രൂസ് കൺട്രോളുടെ എന്നാൽ അതിനെന്തോ ക്രൂസ് കൺട്രോൾ, ഒരു ഫിക്സഡ് സ്പീഡിൽ പോകാൻ വേണ്ടിയല്ലേ ക്രൂസ് കൺട്രോൾ ഇടുന്നത്. അത് ഇവൻ്റെ ട്രാൻസ്മിഷൻ്റെ പ്രശ്നമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരെ മറിച്ച് ആ ഫോർഡ് റേഞ്ചറിലോ അടിപൊളിയായിരുന്നു. 80 സ്പീഡ് ലിമിറ്റ്, ആ കറക്റ്റ് 80-ൽ തന്നെ നിൽക്കും. പിന്നെ ഇവൻ ചില സമയത്ത് ഇവൻ മറ്റേ ലെയിൻ അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റിയറിങ് മൊത്തത്തിൽ ഇങ്ങനെ കയറി ടപ്പേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിക്കും. അത് എനിക്കറിയില്ല, അങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പിടിക്കണം, പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ചിലപ്പോൾ ആക്സിഡൻ്റ് ആയെന്നൊക്കെ വരികയും. കുഴപ്പമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഫോർഡ് റേഞ്ചറിൻ്റെ അത്ര വരത്തില്ല. ഫോർഡ് റേഞ്ചർ ഗൈസ് ഒരു സാധനം കാണിച്ചു തരട്ടെ. ഇതൊരു വ്യൂ പോയിന്റ് ആണേ.
ഞാൻ ഇവിടെ കയറിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടംപോലെ മോട്ടൽസും പിന്നെ കാരവൻ പാർക്കുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വ്യൂ പോയിന്റ് ഒക്കെ എത്ര അടിപൊളിയായിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. വാവ്, പക്ഷെ എൻ്റെ അമ്മേ അടിപൊളി കിട്ടിയില്ല നോക്ക്. അതായത് ഇനി നമുക്ക് എല്ലാം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇനി മൊത്തം അതേപോലെ കടലിലേക്കും കയറി കിടക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കാണുക. അവിടെ കണ്ടോ, അവിടെ മൊത്തം എന്തൊക്കെയോ കൊക്കുകളും കാക്കകളും അതും ഇതൊക്കെ ഇങ്ങനെ പറക്കുന്ന വേണ്ടിയോ നോക്കി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, രക്ഷയില്ല, അടിപൊളി, കിട്ടില്ല. ആ വെള്ളത്തിൻ്റെ കളറാണ് ഹൈലൈറ്റ്. ഇതെന്താണല്ലേ, ഇത് മറ്റൊന്നുമല്ല, വെയിലാ. ഇനിയിപ്പോൾ അങ്ങോട്ട് എൻ്റെ വലതുവശത്തായിരിക്കും വെയിൽ. എനിക്ക് കയ്യും ബാക്കി എൻ്റെ കാലും എല്ലാം ഈ പറഞ്ഞ പോലെ കരിഞ്ഞു പോവുക. കരിഞ്ഞു പറഞ്ഞാൽ ചൂടെടുത്തിട്ടേ, കാരണം ഇതിന് ടിൻഡ് കുറവാന്ന് മാത്രമല്ല ഈ സാധനം വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു ഉടുപ്പെടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. വേറെ വഴിയില്ല, കാരണം ഇനിയും 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കേണ്ടതാ. അപ്പോൾ 2 മണിക്കൂർ മൊത്തം ഈ വെയിലിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ സൺബേൺ അടിച്ചു പോകും. ഇപ്പം ഇവിടെ 4 വരി റോഡായി. 4 വരി റോഡെന്ന് പറയുമ്പോഴത്തേക്കിനും 100 തന്നെയാണ് സ്പീഡ് ലിമിറ്റ്. 100 സ്പീഡ് ലിമിറ്റ് ഭയങ്കര ശോകമാണ്. കാരണം ഇങ്ങനെ വിജനമായ വഴിയിലൂടെ 100 ഓടിക്കുമ്പോൾ ഉറക്കം വരുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അവർ 100 വെക്കാനായിട്ട്, അല്ലെങ്കിൽ 110 വെക്കുന്നതാണ്. 110 അല്ല 120 ശരിക്കും ഇങ്ങനത്തെ റോഡുകളിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു സ്പീഡെന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 160 കിലോമീറ്റർ കൂടെ ഉണ്ട് മെൽബൺ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. അവിടെ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മെൽബൺ ഔട്ട്സ്കേർട്സിലാണ് ഞാൻ താമസിക്കുന്നത്. മെൽബൺ ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ പോയി സന്ദർശിച്ചിട്ടുള്ളതും വീഡിയോ പകർത്തിയിട്ടുള്ളതുമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ പക്ഷേ മെൽബണിൽ പോകുന്നത് എനിക്കവിടെ 2 പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് പോകുന്നത്. മെൽബണിൽ നിന്നും നമ്മുടെ അടുത്ത രാജ്യമായിട്ടുള്ള ഫിജി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ മെൽബൺ പോകുന്നത്. ഇതിട്ടിട്ട് ഒരു ഗുണവുമില്ല ഗൈസ്, മൊത്തത്തിൽ സീൻ കോൺട്രയാണ്. ഞാനിങ്ങനെ പൊള്ളിയിരിക്കുകയാണ്, കണ്ടില്ലേ നിങ്ങൾ വീഡിയോ തന്നെ പൊള്ളിയിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇനി മെൽബൺ എത്താൻ 120 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള സമയത്ത് വി ഹാവ് ഗോട്ട് ആൻ എക്സ്പ്രസ് ഹൈവേ. അത് ഇനിയിപ്പം 110 km/h സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാം. എക്സ്പ്രസ് ഹൈവേ ആണ്. ഗൈസ്, അങ്ങനെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡാൻഡനോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഡാൻഡനോങ് എന്ന് പറയുന്നത് മെൽബൺ എത്തുന്നതിൻ്റെ ഒരു 30 കിലോമീറ്റർ മുമ്പുള്ള ഒരു ഔട്ട്സ്കേർട്സ് ഓഫ് മെൽബൺ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഫ്രീ ലെഫ്റ്റ് ആണോ? ഇവിടെ റെഡ് കാണാമല്ലോ. ഇതെങ്ങനെ ഇവിടുത്തെ പരിപാടി? ഫ്രീ ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? എങ്ങനെ സംഭവം നോക്കിയെടുക്കാൻ തോന്നുന്നു. ഞാൻ എൻ്റെ ഹോട്ടലിലെത്തി. ഇത് ചെക്ക് ഇൻ പാർക്കിംഗ് ഓൺലി. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാം. യെസ്, ഹോളിഡേ ഇൻ ഡാൻഡനോങ്. അടിപൊളി പേരല്ലേ ഡാൻഡനോങ്, മണി അടിക്കുന്ന പോലത്തെ പേര്. വണ്ടി പാർക്ക് ചെയ്തിട്ടേ നമ്മൾ അകത്ത് പോയി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. എന്നെ തുറക്കാതാണ്. ചെക്ക് ഇൻ ചെയ്താലേ വണ്ടി ശരിക്കും പാർക്കിങ്ങിൽ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ വണ്ടി മുകളിൽ പാർക്ക് ചെയ്ത്, പാർക്കിംഗ് ഫ്രീ ആണെന്ന് തോന്നുന്നു, അറിയില്ല, ഒന്നും പറഞ്ഞില്ല. പെട്ടിയെടുത്ത് സാധനങ്ങളെടുത്തു. ഹയോ, മതിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതിയായില്ല. എന്നാലും എന്തൊക്കെയോ ചെറിയ ക്ഷീണം. സമയം എത്രയെന്നറിയോ? സമയം എത്രയായി? വൈകിട്ട് 7 മണിയൊക്കെ ഉണ്ടായി. 7 മണിയൊക്കെ ഉണ്ടായി. ഇതെല്ലാം പോകാത്തേ? കീ ഹാപ്പിയാണായിരിക്കും. ഇത് വലിയ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. കുറേ റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു. മേരാ റൂം കിതറേ. ഇവിടെയാണ് എൻ്റെ റൂം 347. തുറക്കൂ സീസേ. ഇതാണ് എൻ്റെ മോറി. ഇവിടെയാണ് ഞാൻ അടുത്ത 2-3 ദിവസം താമസിക്കാൻ പോകുന്നത്. കൊള്ളാം, നൈസ് റൂം. ഒരു പച്ചത്തി, അടിപൊളിയല്ലേ? ഫുൾ പച്ചയാണ് കേസ്, എല്ലായിടത്തും പച്ച. ഈ വീൽ ചെയർ ഫ്രണ്ട്ലി റൂമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ലൈഡിങ് ഡോറെന്ന് തോന്നുന്നു, അറിയില്ല. ഇത് തുറക്കുന്ന യെസ്, ഇവിടെയും പച്ച കേസ്. ഇത് കൊള്ളാം. ഇതുപോലത്തെ ടൈല് ഞാൻ എൻ്റെ പൂൾ വില്ലയിൽ സിമിലർ ടൈപ്പ് ടൈല് ഞാൻ എൻ്റെ പൂൾ വില്ലയിൽ ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നൈസ്, അടിപൊളി. ഓക്കെ, അപ്പോൾ മെൽബൺ ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കിനും ഇത് കണ്ട, ഇത് ഈ നോമ്പല്ലേ ഇപ്പോൾ. അപ്പോൾ നോമ്പ് പ്രമാണിച്ച് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും സജീവമാവുന്ന ഒരു മാർക്കറ്റാണ്.
അടിപൊളി, ഇത് കൊള്ളാട്ടോ, അടിപൊളി സെറ്റപ്പ്. ഇതൊരു റോഡാണ്, ഈ ഒരു റോഡ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ. ഓ അടിപൊളി. ഇതിവിടുത്തെ ഈ ഒരു ഡാൻഡനോങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നഗരസഭയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ റെഡിയാക്കുന്നതായിരിക്കും, ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും. ഇത് സെറ്റപ്പ് സ്ഥലമാട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൂരെ കടകളാ. ഇവിടെ സൺസെറ്റ് ആയിട്ടില്ല, 7:45 രാത്രിയിൽ, പക്ഷെ സൺസെറ്റ് ആയിട്ടില്ല. സൺസെറ്റ് ആവാനായിട്ട് ഇനിയും എനിക്ക് 1.5 മണിക്കൂറോളം സമയം എടുക്കും. അടിപൊളി. ഇത് ഇവിടെ ഇഷ്ടം പോലെ അറബിക് റെസ്റ്റോറൻ്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഹോട്ടൽസും പിന്നെ റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ടുകളും ഒത്തിരി സെറ്റപ്പുകളുണ്ട് ഇവിടെ. കബാബ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുണ്ട്. ടർക്കിഷ് ഫുഡുണ്ട്, അറബിക് ഫുഡുണ്ട്, ഇന്ത്യൻ ഉണ്ട്, പാകിസ്ഥാനി ഉണ്ട്, എല്ലാ ടൈപ്പ് ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓപ്പണായി സജീവമായിട്ട് വന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഇത് വൈബ് ആവുള്ളൂ. അടിപൊളി. നോക്ക്, ജോയ് അലുക്കാസ്. അപ്പോൾ എന്തായാലും മലബാർ ഗോൾഡ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ കണ്ടില്ല. സാധാരണ ഇവരങ്ങനെയാണല്ലോ, ആലുക്കാസ് ഉണ്ടെങ്കിൽ മലബാർ ഗോൾഡ് ഉണ്ടാവും, മലബാർ ഉണ്ടെങ്കിൽ ആലുക്കാസ് ഉണ്ടാവും, എല്ലാം അടുത്തടുത്തായിരിക്കും. അത് എവിടെ പോയാലും അങ്ങനെയാണ്. ഗംഭീര ഷോറൂമാണല്ലോ. മോഡലൊക്കെ നോക്കി ആരാന്ന്. വലിയ ഫുഡ് ട്രക്കൊക്കെ കണ്ടോ, ഇത് വലുതല്ലേ. ഇത് നിറച്ച് പോലീസുകാരും ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ചെയ്യുന്നത്. ഇത് കണ്ടില്ല, റോഡൊക്കെ എങ്ങനെയാണ് അടച്ചു വെച്ചിരിക്കുന്നത് നോക്കി. ഇവിടെ പിന്നെ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും ആരും ഉണ്ടാവില്ല. അത് അങ്ങനെ എല്ലാം അടച്ചു, കടകളൊക്കെ എല്ലാം അടച്ചു.